السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمد الله ونستعينه ونصلي على حبيبه المصطفى وعلى آله وصحبه أجمعين. أما بعد. വളരെ അഭിവന്ദരായ ഇതിൻ്റെ അധ്യക്ഷൻ നമുക്ക് പ്രിയപ്പെട്ട ഷിബിലി റഹ്മാനി, ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ് സഫ്വാൻ ഹാഫിൽ സുഫിയാൻ ദാരിമി ഉസ്താദ്, ഇബ്രാഹിം ഫൈസി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, നമ്മുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം കാഫീസി മമ്മൂട്ടിക്ക് അടങ്ങുന്ന വളരെ പ്രധാനികളായ ഉമറാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ടവരെ, നാം ഏവരും വളരെ താല്പര്യത്തോടെ കാത്തു നിൽക്കുന്നത് സുഹൈൽ ഫൈസിയുടെയും ഖാജ ദാരിമിയുടെയും എല്ലാം കീഴിൽ നടക്കുന്ന ബുർദ ഖവാലി വീക്ഷിക്കാനും അതിൻ്റെ ഭാഗമാകുവാനുമൊക്കെയാണ്. അതിനുശേഷം ഇബ്രാഹിം ഫൈസി ഉസ്താദ് സൂചിപ്പിച്ച സനാഉള്ള ബാലവി തങ്ങളുടെ ദുആ ശംസുലുലമ അനുസ്മരണ നസീഹത്തും ഇവിടെ നടക്കാനിരിക്കുകയാണ്. അതിനിടയിലൊരു പ്രഭാഷകന്റെ കുപ്പായം ഇടാൻ പൊതുവെ ഞാൻ നാട്ടിൽ നിന്ന് തയ്യാറാവലില്ല. ഇപ്പോഴും ഞാനത് ഉദ്ദേശിക്കുന്നില്ല. കൂടുതലൊന്നും പറയേണ്ടതില്ലാത്ത വിധം നമുക്ക് ആരാണ് ശംസുലുലമ എന്നും നാം എന്തുമാത്രം സമസ്ത കേരള ജമിയത്തുൽ ഉലമയോടും മറ്റു സാമുദായിക സംവിധാനങ്ങളോടും കടപ്പെട്ടിട്ടുണ്ട് എന്നും അനുദിനം അല്ലെങ്കിൽ അനുനിമിഷങ്ങളിൽ സ്വയം ബോധ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. മറ്റൊരാൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമല്ല. നമ്മുടെ ചുറ്റുവട്ടങ്ങളെ നിരീക്ഷിച്ചാൽ നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുടെ ആഴം മനസ്സിലാക്കുവാൻ കഴിയും. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായ സാംസ്കാരികമായ അടയാളങ്ങൾ, നമ്മുടെ ജീവിത രീതികൾ, വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, അതൊക്കെ ഒരു കേടുപാടും കൂടാതെ, ഒരു രണ്ടാം തരത്വവും കൂടാതെ സ്വാഭിമാനികളായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് പരമപ്രധാനപ്പെട്ട സംഗതിയായി കാണുന്നവരാണ്, പരിഗണിക്കുന്നവരാണ്. ആ വിശ്വാസപരമായ ജാഗ്രത നിരന്തരം നമ്മെ ഉണർത്തിത്തരികയും അത് നടക്കാതെ വരുന്ന ഭീഷണമായ സാമൂഹിക സ്ഥിതികളെ ഒറ്റക്കെട്ടായി നേരിടാൻ നമ്മെ പര്യാപ്തപ്പെടുത്തുകയും ചെയ്യുന്ന, ഒരുപക്ഷെ ലോക മുസ്ലിങ്ങൾക്ക് മറ്റു പ്രദേശങ്ങളിൽ ലഭ്യമല്ലാത്തൊരു അനുഗ്രഹം തന്നെയാണ് നമ്മുടെ ഈ സംവിധാനം. കേരളത്തിന്റെ വെളിയിലേക്കൊന്നും പോകേണ്ടതില്ല. ചില നാടുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് തന്നെ അത് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ഇപ്പൊ മലബാറിന്റെ തന്നെ പുറത്തേക്ക് പോയാൽ 5 നേരം നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നറിയാത്ത മഹല്ല് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുണ്ട്. റമദാൻ മാസം എല്ലാവർക്കും നോമ്പ് നോൽക്കൽ നിർബന്ധമാണെന്നറിയാത്ത മലയാളി മുസ്ലിങ്ങൾ മലപ്പുറം ജില്ലയുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. നമ്മുടെ അനുഭവമാണ്. എന്നല്ല,
ഈ ഒരു നാടിനെ ഇകഴ്ത്തലല്ല നമ്മുടെ ഉദ്ദേശം. കേരളത്തിൻ്റെയൊക്കെ ബൗണ്ടറി പ്രദേശങ്ങളിലേക്ക് പോയാൽ നമ്മുടെ തങ്ങൾ പറഞ്ഞ ഒരനുഭവമുണ്ട്. ഞാനവിടെ ഒരിക്കലും ഒരു പരിപാടിക്ക് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അസർ നിസ്കാരത്തിന് ഉദ്ഘാടകനായിട്ടാണ് മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവിടെ ക്ഷണിക്കപ്പെട്ടത്. ഞാൻ പിന്നീടാണ് പോയത്. അപ്പൊ തങ്ങൾക്ക് തിരക്കായതിനാൽ ഒരു 2 മണി 3 മണി സമയത്താണ് അവിടെ എത്തിയത്. അപ്പൊ 4:30 മണി 5 മണി ആ സമയം വരെ വെയിറ്റ് ചെയ്യാൻ മാത്രം സമയമില്ലാത്തത് കൊണ്ട് ഒന്ന് സംസാരിച്ചിട്ട് തങ്ങൾ പോയിക്കോട്ടെ എന്നുള്ളത് അഭിപ്രായം മഹലിലുണ്ടായി. ആ സമയത്ത് അടിയന്തരമായ മഹല്ല് കമ്മിറ്റി ഗൗരവത്തിൽ അവരാലോചിച്ചത് നമുക്ക് അസർ നിസ്കാരം കുറച്ച് ഇപ്പുറത്തേക്ക് വെച്ചാൽ എന്താ എന്നുള്ളതായിരുന്നു. ഇത് മലബാറിലുണ്ടായ, മലബാറിന്റെ തൊട്ട് താഴെയുണ്ടായ അധികം പഴയതല്ലാത്തൊരു സംഭവമാണ്. നമ്മളതുകൊണ്ടാണ് കേരളത്തിന്റെ വെളിയിലേക്കൊന്നും പോകണ്ട എന്ന് പറയുന്നത്. നമ്മുടെ നാടും ഏകദേശം ഇസ്ലാമിനെ ഈ അലീനിയേഷൻ എന്ന് പറയും, ഒരു അന്യം വൽക്കരിച്ചുകൊണ്ട് കാണുന്ന ഒരു സാമൂഹിക സ്ഥിതി ഇവിടെയും രൂപപ്പെട്ടു വരികയാണ്. വാഹനങ്ങളിൽ രാത്രികാലങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ 2 പേരും 3 പേരും കൈകാട്ടിയാലൊക്കെ ഒരു ബേജാറാണ്. പഴയതുപോലെയല്ല കാറ്റും കാലാവസ്ഥയും എന്ന് അവര് പരോക്ഷമായി സൂചിപ്പിക്കുന്നത് പോലും നിത്യസംഭവമായിരിക്കുന്നു. ഇത്രമേൽ ഈ മഹത്തായ വിശ്വാസം ബോധപൂർവമായ തെറ്റിദ്ധാരണകൾക്ക് വിധേയമാകുന്ന ഒരു കാലത്താണ് ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള മുഖം, മാനവികതയുടെ, മനുഷ്യ സ്നേഹത്തിന്റെ, അലിവിന്റെ, ആർദ്രതയുടെ, കൃപയുടെ, കരുണയുടെ, ദയാവായ്പിന്റെ, പാരസ്പര്യത്തിന്റെ, രഞ്ജിപ്പിന്റെ, ഒത്തൊരുമയുടെ ശംസുൽ ഉലമ മൻഹജ് കൂടുതൽ പ്രസക്തമാകുന്നു. ഈ വരുന്ന സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിൽ അതിന്റെ പ്രചരണം പല നിലകളിൽ നടക്കുമ്പോൾ അതിലൊന്ന് ശംസുൽ ഉലമയുടെ കാഴ്ചപ്പാടിന്റെ ആഗോള പ്രസക്തിയുടെ പ്രചരണവും കൂടിയാണ്. അത് കോഴിക്കോട് 26ാം തീയതി നടക്കാനിരിക്കുകയാണ്. അതിന്റെയൊക്കെ വിശദാംശങ്ങളിൽ 1985 ഇതുവരെ വരുന്നത് വരെ ഒരു പേച്ചപ്പാക്കൽ എൻ്റെ ഒരു കടമയാണ്. സമസ്തയുടെ 60ാമത് വാർഷികം സമ്മേളനം നടക്കുകയുണ്ട്. ഒരുപക്ഷെ ഇവിടെയുള്ള പഴയ ആളുകളൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ടാകും. അതിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ സൂചിപ്പിച്ച ആദ്യ ഭാഗത്ത് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇന്ന് 40 കൊല്ലത്തിന് ശേഷം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ ഹൈന്ദവ സഹോദരങ്ങളുടെ അയ്യപ്പസ്വാമിയും അയ്യപ്പന്റെ ദർശനം കാണാൻ പോകുന്നതിന്റെ മുമ്പ് ചെന്ന് അനുഗ്രഹം തേടേണ്ട വാവർ ഔലിയ, വാവർ സ്വാമിയും, ആ 2 പേരുടെ സാംസ്കാരിക ചരിത്രം മലയാള മുസ്ലിങ്ങൾക്ക് എത്രമേൽ പ്രധാനപ്പെട്ടതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം അന്നത്തെ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ചത്. കേരളത്തിൽ അങ്ങനെ ഒരു ചിത്രമുണ്ട്. കോന്തുനായരുടെ കഥയുടെ കൂടെ മമ്പുറന്തങ്ങളെന്നല്ല, മമ്പുറന്തങ്ങളുടെ കഥയുടെ കൂടെ അത് പൂർണ്ണമാവണമെങ്കിൽ ഒരു കോന്തുനായർ വരും. കുഞ്ഞായിൻ മുസ്ലിയാരുടെ കഥ പൂർണ്ണമാവണമെങ്കിൽ ഒരു മാങ്ങാട്ടച്ചൻ വരും. പഴശ്ശിയുടെ കഥ പൂർണ്ണമാവണമെങ്കിൽ ഒരു ഉണ്ണിമൂസ വരും. അയ്യപ്പസ്വാമിയുടെ കഥ പൂർണ്ണമാവണമെങ്കിൽ സാത്വികനായ സൂഫിയായ വലിയുല്ലാഹി വാവരുടെ കഥയും വേണ്ടി വരും എന്ന് ശംസുൽ ഉലമ എന്ന് പറഞ്ഞു. പക്ഷെ 2025 വലിയ വിവാദം ഇപ്പൊ ഉണ്ടായല്ലോ. ഇവിടെയുള്ള സംഗീത് സ്പോൺസേഡ് സന്യാസി എന്ന് പറഞ്ഞാലും തെറ്റാവാത്തൊരു മാന്യദേഹം, അദ്ദേഹം ഈ സൗഹൃദം കണ്ട് അസ്വസ്ഥനാവുകയാണ്.
ഹിന്ദു മുസ്ലിം മൈത്രി കണ്ട് അസ്വസ്ഥനാവുകയാണ്. വാവരുടെ ദർഗ സന്ദർശിച്ച്, മസാർ സന്ദർശിച്ച്, ഖബർ സന്ദർശിച്ച് പടികേറാൻ പോകുന്ന ഹിന്ദുക്കളെ ആ കൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ജിഹാദിയാണ്, ഭീകരവാദിയാണ് വാവർ എന്ന് പറയുകയാണ്. അത് അന്നേ അദ്ദേഹം കാലയെ കൂട്ടി കണ്ടതുപോലെ ഒന്നും രണ്ടും സംഗതികളല്ല. അങ്ങേയറ്റം പരമസാത്വികനായ ഒരു മനുഷ്യൻ തന്നെയാണ്. അതേസമയം ജീവിച്ചു നിൽക്കുന്ന സാഹചര്യത്തെ മറന്നുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ. വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ, ഇതാണ് മഹത്തായ സമസ്തയുടെയും ശംസുലുലമയുടെയും നമ്മുടെ നേതൃത്വത്തിൻ്റെയും സന്ദേശം. വിദ്യാഭ്യാസം കൊണ്ടും വിജ്ഞാനം കൊണ്ടും മാത്രമേ ഒരു സമുദായത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. ലോക മുസ്ലിം ചരിത്രം തന്നെ പരിശോധിച്ചാൽ 3 ഘടകം കൊണ്ടാണ് സമുദായം പല കാലങ്ങളിൽ പല പ്രദേശങ്ങളിൽ അതിൻ്റെ ആസ്തിക്യം, അതിൻ്റെ നിലനിൽപ്പ് കരുപ്പിടിപ്പിക്കുവാൻ, ഭദ്രമാക്കുവാൻ ശ്രമിച്ചത് എന്ന് കാണുവാൻ കഴിയും. അധികാരവും പണവും വിദ്യാഭ്യാസവുമായിരുന്നു കലാകാലങ്ങളിൽ. പക്ഷെ അതിൽ സമുദായം എന്നുള്ള നിലയിൽ പണം കൊണ്ട് മാത്രം മുസ്ലിം സമുദായത്തിന് എന്നും നിലനിൽക്കുക സാധ്യമല്ല എന്നുള്ളതിൻ്റെ പരശതം പരകോടി പ്രമാണങ്ങളാണ് നമ്മുടെ ചരിത്രം മുഴുവനും. അത് മനസ്സിലാക്കാൻ പഴയകാല കഥകളിലേക്കൊന്നും പോവണ്ട. കേരളം പോലെ മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ച് നൽകുന്ന മതപഠന പ്രബോധന വിദ്യുൽ ശൃംഖലകളുടെ മാലകൾ, തിരമാലകൾ സാധ്യമായ ഒരു പ്രദേശം ഭൂമുഖത്തെവിടെയാണ്? GCCയിലൊക്കെ ഒരുപാട് പണമുണ്ട്. GDPയിൽ ഉയർന്ന റാങ്കുള്ള രാഷ്ട്രങ്ങളാണ് ഗൾഫ് അറേബ്യൻ കൺട്രീസ്. പക്ഷേ ഇതുപോലെ ഒരു ബിൽഡിങ്ങിന്റെ മുറ്റത്ത് 100 മുസ്ലിമീങ്ങൾക്ക് അവരിഷ്ടപ്പെട്ട ഒരു വിശ്വാസ കാര്യം വിശദീകരിക്കുവാനും പറയുവാനും കേൾക്കുവാനും സൗദി അറേബ്യയിൽ പോലും സാധ്യമല്ല എന്നുള്ളതാണ് വാസ്തവം. CIDകൾ ഉണ്ടാകും, മഫ്തി പോലീസുകാരുണ്ടാകും, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ അറിയാതെ സെൻസർ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ടാകും. അവിടെ ഇപ്പോഴും കേരളത്തിൽ നിന്ന് പോയ സമസ്തയുടെയൊക്കെ മദ്രസകളാണ്. പ്രവാസി സഹോദരങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, അവർക്കറിയാം. അവിടെ നടക്കുന്ന മദ്രസകൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളാണ്. മലേഷ്യയിൽ മദ്രസ വിടുമ്പോഴാണ് ബപ്പനത്തിൽ മദ്രസ തുടങ്ങുന്നത്. അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഇന്തോനേഷ്യയിലും മലേഷ്യയിലും, ലോകത്തിന്റെ കിഴക്കേ ഭാഗമായ ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ആ പ്രദേശങ്ങളിൽ മദ്രസ 9 മണിക്ക് വെല്ലടിച്ച് വിടുമ്പോഴാണ് നടുവിലുള്ള കേരളത്തിൽ, മലബാറിൽ, കോഴിക്കോട്, വയനാട്, വപ്പനം, നമ്മുടെ നാട്ടിലും മദ്രസ ആരംഭിക്കുന്നത്. അവിടെ സല്ലല്ലാഹു അലൈഹി ചെല്ലുമ്പോഴാണ് ഇവിടെ ഫാത്തിഹ തുടങ്ങുന്നത്. നമ്മൾ മദ്രസ വിടുമ്പോഴാണ് GCCയിൽ മദ്രസ ആരംഭിക്കുന്നത്. അവിടെ മദ്രസ വിടുമ്പോഴാണ് ലണ്ടനിൽ മദ്രസ ആരംഭിക്കുന്നത്. ഏകദേശം 4-5 മണിക്കൂറിന്റെ ടൈം സോൺ വ്യത്യാസമുള്ള ഭൂമിയുടെ കിഴക്ക് പടിഞ്ഞാറ് ആ വിശാലതയിൽ മലേഷ്യ മുതൽ ലണ്ടൻ വരെ ഈ വിദ്യാഭ്യാസ ശൃംഖല വ്യാപിച്ചിരിക്കുന്നു. ഒറ്റ പട്ടണിൽ, ഒരു പട്ടണിൽ നമ്മുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികളുമായി നമ്മൾ നിരന്തരം സമ്പർക്കപ്പെടുന്നവരല്ലേ. ആൻസർ ഷീറ്റുകൾ പോലും ആടു തിന്നു കളഞ്ഞു എന്നൊക്കെ വിശദീകരണം നമ്മൾ തന്നെ കേൾക്കേണ്ടി വരുന്ന യൂണിവേഴ്സിറ്റികളാണ് ഇവിടെയുള്ളത്. എന്തേ 2 കൊല്ലമായിട്ടും എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് വന്നില്ല എന്ന് അന്വേഷിച്ചാൽ മറുപടി വരാതിരിക്കുകയും ഒടുവിൽ കിട്ടിയ മറുപടി, നിങ്ങൾ എഴുതിയ പരീക്ഷയുടെ ആൻസർ ഷീറ്റ് ആട് തിന്നുപോയി. കഴിഞ്ഞ മഴയത്ത് വെള്ളം കയറിയപ്പോ പെട്ടിയോടക്കം നനഞ്ഞ് കുതിർന്നു പോയി. നമുക്ക് മറ്റൊരു പരീക്ഷ നടത്താം എന്ന് പറയുന്ന
കോടികൾ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ മേഖല പോലുമുള്ള ഒരു നാട്ടിലാണ്. നിഷ്കളങ്കരും സാത്വികരുമായ പണ്ഡിതന്മാർ ഒറ്റ പട്ടണി. മലേഷ്യ മുതൽ ലണ്ടൻ വരെ ഒറ്റ വിദ്യാഭ്യാസത്തിന്റെ ഒറ്റ പ്രതീകാത്മകമായി ഒരു ശൃംഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് അവരുടെ ആരുടെയും ഒരു നേട്ടമല്ല, കഴിവല്ല, മികവല്ല, തികവല്ല. അല്ലാഹുവിന്റെ ഫضലാണ്. സാത്വികരായിരുന്ന ശംസുൽ ഉലമായെ പോലെയുള്ള നവറല്ലാഹു മർക്കദ മഹാരഥന്മാരുടെ അനുഗ്രഹാശിസ്സുകളാണ്. ഈ അടുത്ത് ഒരു സെമിനാറിൽ കേരളത്തിലെ പണ്ഡിതന്മാരെ വിലയിരുത്തി നടന്നൊരു സെമിനാറാണ്. ഞാൻ ഒരു പൊതു സമൂഹത്തിന്റെ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ആ ഒരു നിലക്ക് പറയുന്നത്. ശംസുൽ ഉലമ അടക്കമുള്ള കേരളത്തിലുള്ള ഉലമാക്കൾ ഗ്രന്ഥരചന നടത്തിയ ആളുകളല്ല, ഒരുപാട് പുസ്തകങ്ങളൊന്നും എഴുതിയിട്ടില്ല. അതേസമയം ഉത്തരേന്ത്യയിലൊക്കെയുള്ള പണ്ഡിതന്മാർ, വെസ്റ്റേൺ സ്കോളേഴ്സ്, ഗൾഫ് സ്കോളേഴ്സ്, അവരൊക്കെ ഒരുപാട് ഗ്രന്ഥരചന നടത്തിയ വലിയ വലിയ അക്കാദമികമായ സംഭാവനകൾ സമർപ്പിച്ച പണ്ഡിതന്മാരാണ്. ആ കാര്യത്തിൽ ശംസുൽ ഉലമയൊക്കെ പിറകിലാണ് എന്ന് പറയുന്ന ഒരു പ്രസംഗം അവിടെ നടക്കുകയുണ്ടായി. ഞാൻ ഓർക്കുന്നു, അതിന് മറുപടിയായി ശംസുൽ ഉലമ എഴുതിയ കിതാബാണ്, ഗ്രന്ഥമാണ്, പുസ്തകമാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം പരന്നു കിടക്കുന്ന പതിനായിരക്കണക്കിന് ഫൈസിമാരും ദാരിമിമാരും പണ്ഡിതന്മാരും എന്നവിടെ മറുപടി വന്നത് ഓർക്കുകയാണ്. ശംസുൽ ഉലമ പുസ്തകം എഴുതിയത്, ശംസുൽ ഉലമയുടെ പുസ്തകമായിരുന്നു ഒരു ഫൈസി. അപ്പൊ നമ്മുടെ നാട്ടിൽ അലവി ഉസ്താദ് ഒരു ഫൈസിയാണ്. അത് ശംസുൽ ഉലമയുടെ ഒരു പുസ്തകമാണ്. എൻ്റെ വളരെ സ്നേഹനിധിയായ വന്യപിതാവിൻ്റെ ഉപ്പ ഒരു ഫൈസിയാണ്. ശംസുൽ ഉലമയെ അദ്ദേഹത്തിന്റെ മുമ്പിലിരുന്ന് 4 കൊല്ലം എൻ്റെ ഓർമ്മയിൽ ഉപ്പ പറഞ്ഞതനുസരിച്ച് പഠിച്ചിട്ടുണ്ട്. എനിക്ക് പറയാൻ പറ്റും, ശംസുൽ ഉലമ എഴുതിയ ഒരു പുസ്തകമാണ് എൻ്റെ വാപ്പ. ഇങ്ങനെ അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഇങ്ങനെ പതിനായിരക്കണക്കിന് ഗ്രന്ഥമെഴുതുന്നവരെ ഉണ്ടാക്കിയെന്ന് ഇവിടെ നേരത്തെ സുഫിയാൻ ഉസ്താദാണെന്ന് തോന്നുന്നു. ഇന്നിവിടെ തൊപ്പിയും തലയെക്കെട്ടും വെച്ച് കേരളത്തിൽ ആരൊക്കെ അഹ്ലുസുന്നയുടെ മൻഹജിലുണ്ടോ അവരുടെ ഗുരുവോ ഗുരുനാഥരുടെ ഗുരുവോ ഗുരുക്കളുടെ ഗുരുവോ ആചാര്യരുടെ ആചാര്യനോ ആണ് ശംസുൽ ഉലമ. അവരോ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു, പുസ്തകങ്ങൾ രചിക്കുന്നു. അപ്പൊ കിങ് അല്ല, കിങ് മേക്കറാണ് വലുത് എന്ന് പറയല്ലോ. കിങ് അല്ല, കിങ് മേക്കറാണ് വലുത്. എന്താണ് വ്യത്യാസം? ഇപ്പൊ നമ്മുടെ ഈ ഒരു കെട്ടകാലത്താണല്ലോ നമ്മൾ ഏറെക്കുറെ ജീവിക്കുന്നത്. നമ്മുടെ ഈ മഹത്തായ മാതൃരാജ്യം, ഇതിന്റെ മുമ്പത്തെ ഗവൺമെന്റ് മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയുകയാണ്. എല്ലാവരും പ്രതീക്ഷിച്ച് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന്. പക്ഷേ പ്രധാനമന്ത്രി ആയത് മൻമോഹൻ സിംഗ് ആണ്. മൻമോഹനെ പ്രധാനമന്ത്രിയാക്കിയ സോണിയാണ് വാസ്തവത്തിൽ ഇന്ത്യയിലെ നമ്പർ 1 കിങ് മേക്കർ. ആരാകണം രാജാവ് എന്ന് തീരുമാനിക്കുന്നയാളാണ് യഥാർത്ഥ രാജാവ്. ആരാകരുത് രാജാവ് എന്നും തീരുമാനിക്കാൻ ശക്തിയുള്ളയാളാണ് യഥാർത്ഥ രാജാവ്. ഗ്രന്ഥമെഴുതുന്ന, സഞ്ചരിക്കുന്ന, പുസ്തകങ്ങളെ നിർമ്മിച്ച ശംസുൽ ഉലമയോളം വലിയൊരു ഗ്രന്ഥകാരൻ ഇന്ത്യ കണ്ടിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ നോക്കൂ, അറബി കോളേജുകൾ, മദ്രസകൾ, സ്കൂളുകൾ, യതീംഖാനകൾ. വയനാട്ടുകാരൻ തന്നെയായിരുന്ന MP വീരേന്ദ്രകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. യശശരീരനായ MP വീരേന്ദ്രകുമാർ, മുസ്ലിങ്ങൾ സംഘടിതരായ ശക്തരായ ഏതേത് പ്രദേശങ്ങൾ നോക്കിയാലും 2 തരം കല്ലുകൾ ഉയർന്നു പോകുന്നത് കാണാം. അദ്ദേഹം സാഹിത്യഭാവനയിൽ കാൽപ്പനികമായി പറഞ്ഞതാണ്. കാശ്മീർ എടുത്താലും കേരളം എടുത്താലും മറ്റേത് ഭൂപ്രദേശങ്ങൾ എടുത്താലും മുസ്ലിങ്ങൾ സംഘടിതരായ
ഏതേത് പ്രദേശങ്ങളെടുത്താലും രണ്ടു തരം കല്ലുകൾ പൊങ്ങി വരുന്നുണ്ട്. ഏതാണ് ഈ രണ്ടു തരം കല്ലുകൾ? കാശ്മീരിൽ പൊങ്ങുന്ന കല്ലുകൾ അനുനിമിഷം കൊല ചെയ്യപ്പെടുന്ന കബന്ധങ്ങളുടെ മീസാൻ കല്ലുകളാണ്. വെടിയേറ്റ് പിടഞ്ഞു വീഴുന്നവരുടെ കല്ലുകളാണ്. ഗാസയിൽ പൊന്തുന്നതും പരീക്ഷണാർത്ഥം അള്ളാഹു അവരെ മോചിപ്പിക്കട്ടെ മീസാൻ കല്ലുകളാണ്. അവിടെയൊക്കെ മുസ്ലിംകളുണ്ട്, സംഘടിതരാണ്. പക്ഷെ ഇവിടെ പൊങ്ങുന്ന കല്ലുകൾ മീസാൻ കല്ലുകളല്ല. മലബാറിൽ പൊങ്ങുന്ന കല്ലുകൾ മന്ദിരങ്ങളുടെ കല്ലുകളാണ്, മസ്ജിദുകളുടെ കല്ലുകളാണ്, ആശുപത്രികളുടെ കല്ലുകളാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശിലാഫലകങ്ങളാണ്. അവിടെ തകർച്ചയുടെ കല്ലുകൾ, ഇവിടെ നിർമ്മിതിയുടെ കല്ലുകൾ. അതിന്റെ ഇടയിലുള്ള വ്യത്യാസം ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തെ ഇതിന്റെ നേതൃത്വം പഠിപ്പിച്ചു. വിദ്യാഭ്യാസമാണ് പ്രധാനം, പണമല്ല. ഒറ്റവാക്ക് കൂടി ഒരു വന്നോ അധികാരം കൊണ്ടുപോലും ഒരു പരിധിക്കപ്പുറം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഉത്തരേന്ത്യ നമുക്കിന്നൊരു അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മാത്രമാണ്. നവാബുമാര് ഭരിച്ച, മുഗളന്മാര് ഭരിച്ച ഇന്ത്യയിൽ ഏറ്റവും മനോഹരമായ നിർമ്മിതികളൊക്കെ അവിടെയുണ്ട്. ചെങ്കോട്ടയുണ്ട്, ഇന്ത്യ ഗേറ്റ് ഉണ്ട്, താജ്മഹൽ ഉണ്ട്. ഹൈദരാബാദിലും തെലങ്കാനയിലും ഒക്കെ ഒരുപാട് കൊട്ടാരങ്ങളുണ്ട്, ഒക്കെയുണ്ട്. ഏകദേശം ഇന്നത്തെ ഇന്ത്യയുടെ മുക്കാൽ ഭാഗവും ഭരിച്ചിരുന്നത് അക്കാലത്തെ മുസ്ലിം മുഗൾ ഭരണാധികാരികളാണ്. ബാബർ മുതൽ ഹുമയൂൺ വരെ വരുന്ന, അല്ലെങ്കിൽ ഷേർഷാ വരെ വരുന്ന, ജഹാംഗീറുള്ള, ഷാജഹാനുള്ള, ഔറംഗസീബുള്ള ആ വിശാലമായ പരമ്പരയാണ്. അവരൊക്കെ ആരായിരുന്നു? അധികാരമുണ്ട്, എണ്ണബലമുണ്ട്, പണബലമുണ്ട്, തിണ്ണബലമുണ്ട്. പക്ഷെ ഇന്ന് അവിടെ ആരെവിടെ എന്ന് ആജ്ഞാപനം നടത്തിയ ചെങ്കോലേന്തിയ മണ്ണിൽ ഇന്ന് മുസ്ലിങ്ങൾ എവിടെ തുടങ്ങുന്നുവോ അവിടെ ടാറിട്ട റോഡ് അവസാനിക്കുന്നു എന്നതാണ് സ്ഥിതി. മുസ്ലിങ്ങൾ എവിടെ തുടങ്ങുന്നുവോ അവിടെ ഇലക്ട്രിക് പോസ്റ്റുകൾ തീരുന്നു എന്നതാണ് ഒരു പരിധിയോളം സ്ഥിതി. മുസ്ലിങ്ങൾ എവിടെ തുടങ്ങുന്നുവോ അവിടെ ഫെസിലിറ്റേറ്റഡ് മെഡിക്കൽ കോളേജുകൾ തീരുന്നു എന്നുള്ളതാണ് അവിടെ സ്ഥിതി. എന്തുകൊണ്ട്? അവരുടെ പ്രപിതാക്കന്മാർ ആ മണ്ണിന്റെ രാജാക്കന്മാരായിരുന്നു. അവരുടെ ഉപ്പാനുപ്പമാർ ആ മണ്ണിന്റെ ഭരണാധികാരികളായിരുന്നു. പക്ഷേ പേരമക്കൾക്ക് അവിടെ ഭരണസാരിഥ്യമില്ലെന്ന് മാത്രമല്ല, രണ്ടാം തരം പൗരന്മാരും മൂന്നാം തരം പൗരന്മാരുമാണ്. അവർക്കും പിഴച്ചു പോയത് ഈ ഒരു കാര്യത്തിലാണ്. അധികാരം കൊണ്ട് പിടിച്ചു നിൽക്കാമെന്ന് വെറുതെ കരുതി. അധികാരം വേണം സമുദായത്തിന്, അധികാര നിർവഹണ സമിതികളിൽ പ്രാതിനിധ്യം വേണം, സാമ്പത്തികമായ സുസ്ഥിതി വേണം. പക്ഷെ അതിലേറെ വേണ്ടത്, അല്ലെങ്കിൽ ഒന്നിനെ മറ്റൊന്നിന്റെ മീതെയോ താഴെയോ നമുക്കാക്കണ്ട, അത് വർക്കൗട്ട് ആവണമെങ്കിൽ ധാർമ്മികമായ, ആത്മീകമായ, ശക്തമായ ആന്തരിക ബലം. അപ്പോഴേ ഈ സമുദായത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മറ്റു സമുദായങ്ങൾക്ക് മതിപ്പ് പോലും ഉണ്ടാകും. പ്രശ്നങ്ങൾക്ക് നിൽക്കാതിരിക്കുക ശംസുൽ ഉലമയുടെ രീതിയാണ്. നല്ലത് പറയാലോ, എന്തിന് കുറ്റപ്പെടുത്തണം, എന്തിന് ആക്ഷേപിക്കണം, എന്തിന് അകലാൻ നിൽക്കണം? ഒന്നിക്കാനും ഭിന്നിക്കാതിരിക്കാനും ചിരിക്കാനും സൗഹൃദപ്പെടാനും കൂടെ നിൽക്കാനും കെട്ടിപ്പിടിക്കാനും സാധിക്കുന്ന എന്തുമാത്രം സിദ്ധാന്തങ്ങളുണ്ട് ഇവിടെ. അതേപോലെയുള്ള വലിയ പണ്ഡിതന്മാർ അപ്രത്യക്ഷമായപ്പോഴാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ ഒരു വിശകലനം നമ്മൾ നടത്തിയാൽ, സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തിയാൽ ഇസ്ലാമോഫോബിയ പോലും ഉണ്ടായത്. ഇന്ന് വാളെടുത്ത ആളുകൾക്കൊക്കെ വെളിച്ചപ്പാട് എന്ന് പറഞ്ഞ പോലെ. എന്നാലോ സമുദായത്തിന് നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോ ഇന്നും ഇന്നലെയൊക്കെ എന്താ വലിയ ചർച്ച? ഒരു ക്രൈസ്തവ സ്കൂളിൽ തട്ടമിടാൻ, ഹിജാബ് അണിയാൻ സമ്മതം കിട്ടാതെ പോയൊരു വിദ്യാർത്ഥിനിയുടെ വിഷയമാണ്. ഞാൻ അതിന്റെ ഉള്ളുകളിലേക്ക് പോവുകയല്ല.
റിമോട്ട് ഏരിയയിൽ നമ്മളത് പറയുന്നത് തന്നെ അനുചിതമാണ്. പക്ഷേ അതൊരൊറ്റ സംഭവമല്ല, സംഭവ ശൃംഖലകളിൽ ഒന്ന്. എന്തുമാത്രം സംഘടനകളുണ്ട്, എന്തുമാത്രം പണക്കാരുണ്ട്, എന്തുമാത്രം കീ പോയിന്റുകളിൽ വിരാജിക്കുന്ന വലിയ വലിയ വൈറ്റ് കോളർ പ്രൊഫഷണൽസുകളുണ്ട് സമുദായത്തിന്. എന്നിട്ട് എന്തേ ഇപ്പോഴും നമ്മൾ നമ്മുടെ കാര്യം പറയാൻ പോലും പറ്റാത്ത വിധം അപകർഷിതരായി മാറുന്നത്? എന്തോ ഒരു വേര് ബന്ധം മിസ്സായിരിക്കുന്നു. ചരിത്രമാണ് നമുക്ക് പ്രധാനം. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു, മുൻഗാമികളുടെ കഥകളും പാരമ്പര്യങ്ങളിൽ നിന്നും വീര്യമാവാഹിക്കലാണ് സമുദായത്തിന്റെ ഇന്ധനം. വിശുദ്ധ ഖുർആൻ കഥപുസ്തകം കൂടിയാണല്ലോ. അവര് വന്ന അപ്പം ഞാൻ നിർത്തും. വിശുദ്ധ ഖുർആൻ ഒരു കഥപുസ്തകം കൂടിയാണല്ലോ. 1000-ലേറെ കഥകളുണ്ട് ഖുർആനിൽ. എന്തിനാ ഈ കഥകൾ പറയുന്നത്? ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ഖസസ് എന്നാണ്. കഥപുസ്തകം. കഥപുസ്തകമാണ് ഖുർആൻ. അല്ല, ശാസ്ത്ര പുസ്തകമാണ്, മാനവിക പുസ്തകമാണ്, സാഹിത്യ പുസ്തകമാണ്, മഹാവേദ പുസ്തകമാണ്, പ്രാപഞ്ചിക പുസ്തകമാണ്, ഭൗതിക പുസ്തകമാണ്, അതിഭൗതിക പുസ്തകമാണ്. ഉൾപ്പൊരുളുകൾ ആവാഹിച്ചെടുത്ത, ഉൾച്ചേർത്ത മനുഷ്യന്റെ ഭാവനകൾക്കും വിചാരങ്ങൾക്കും ഉൾക്കൊള്ളുന്നതിനപ്പുറം വിശാലതയുള്ള മഹാവേദ പുസ്തകമാണ് ഖുർആൻ. പക്ഷേ കഥപുസ്തകവുമാണ്. 1000-ലേറെ കഥകൾ. ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ഖസസ്. എന്തിനാണ് ഈ കഥകൾ? എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത്, സമുദായമാകേണ്ടത്, കൂടിച്ചേരേണ്ടത് എന്ന് നേരത്തെ വിജയിച്ച മാതൃകകൾ പറഞ്ഞു തരാനാണ്. അതുകൊണ്ടാണ് സൂറത്ത് ഇബ്രാഹിം ഉണ്ടായത്, സൂറത്ത് യൂസുഫ് ഉണ്ടായത്, സൂറത്ത് ഹൂദ് ഉണ്ടായത്, സൂറ യൂനുസ് ഉണ്ടായത്, സൂറ മറിയം ഉണ്ടായത്, സൂറ മുഹമ്മദ് പോലും ഉണ്ടായത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിജയിച്ച മാതൃകകൾ പറയാൻ 1000-ലേറെ, ആകെ 6000-ലേറെ ആയത്തുകളേ ഉള്ളൂ. അതിൽ 1000-ലേറെ കഥകൾ, പൂർണ്ണ കഥകളും അപൂർണ കഥകളുമായി. അല്ലാഹുവിന്റെ ഒരു പ്രയോഗം അതാണ്. ഈ ഉമ്മാമ്മമാര് കുട്ടികളെ വിളിച്ച് പറയല്ലോ, വാ ഞാൻ നല്ലൊരു കഥ പറഞ്ഞു തരാം, പണ്ട് പണ്ട് പണ്ട്. അതാണ് അല്ലാഹുവിന്റെ ഒരു ശൈലി. നബിയെ വാ, നിങ്ങൾ വാ, അവരുടെ കഥകൾ ഞാൻ ഉള്ളതുപോലെ പറഞ്ഞു തരാം. ആ വഴിയിലായിരുന്ന കാലത്ത് ഇതര സമുദായത്തിന്റെ ആളുകൾക്ക് നമ്മളോട് വലിയ മതിപ്പായിരുന്നു, ബഹുമാനമായിരുന്നു. 2 ആഴ്ച മുമ്പ് എറണാകുളത്ത് ആലപ്പുഴയിൽ ആ ഭാഗത്ത് എക്സ് മുസ്ലിംസും അതേപോലെ നിരീശ്വരവാദികളും ഒക്കെയുള്ള ഒരു വേദിയാണ്, സദസ്സാണ്. അപ്പൊ അവിടുന്ന് ഇസ്ലാമിനെ കുറിച്ച് താല്പര്യമില്ലാത്ത, ഇസ്ലാമോഫോബിയയിൽ പെട്ടുപോയ ഒരു കക്ഷി ചോദിച്ചു, ഇന്നും പ്രസക്തമായ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ വകയായി, നിങ്ങളുടെ മൻഹജ്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഫലമായി പറയാനുണ്ടോ? ആ ചോദിച്ച ആരാഞ്ഞ കക്ഷിയുടെ അയൽ നാട്ടുകാരനാണ്. ഇത് പിന്നീടാണ് അറിഞ്ഞത്, നിമിഷപ്രിയ എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പ്രാധാന്യം പറയുകയാണ്. എന്തിനു വേണ്ടിയാണ് ശംസലുലമയൊക്കെ ഇവിടെ ജീവിച്ചത്? ഇത് പറയാനാണ്. ഈ അടിസ്ഥാനങ്ങൾ ബാക്കി വെക്കാനാണ്. നിമിഷപ്രിയ ഇന്ന് യമനിലെ ജയിലിൽ ജീവനോടിരിക്കുന്നതിന്റെ ഏക കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്, വിശുദ്ധ ഖുർആനാണ്, തിരുഹദീസാണ്, ഈ മൻഹജാണ്, അഹ്ലുസുന്ന വൽ ജമാഅയാണ്. നിങ്ങളത് പറയുമ്പോൾ അതിശയോക്തി നിങ്ങൾക്ക് തോന്നും. ഇത് മാത്രം 24 ചാനലിന്റെ ഒരു പ്രതിനിധി യമനിൽ പോയി നിമിഷപ്രിയയെ കണ്ടുവന്നു. ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്തിരിക്കുന്നു, സ്റ്റേ ചെയ്തിരിക്കുന്നു.
എന്താ കാരണം? നമുക്ക് രാഷ്ട്രീയ വിയോജിപ്പുകൾ ഉണ്ടാകാം. പക്ഷേ യമനിലെ ഹൂത്തികൾ ഭരിക്കുന്ന പ്രദേശത്താണ് നിമിഷപ്രിയമുള്ളത്. ആരാണ് ഹൂത്തികൾ? ഷിയാക്കളാണ്. പക്ഷേ ഇസ്ലാമിന്റെ ശരീഅത്തിനോടും ഖുർആനോടും പ്രവാചക ചര്യയോടും അനുധാവനം പുലർത്തുന്നവരാണ്. അപ്പൊ അവരുടെ കോടതിയിൽ ഒരു നിയമമുണ്ട്. എന്താ നിയമം? കൊന്നവനെ കൊല്ലാം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസ് അൽ ഹുർറു ബിൽ ഹുർറ് വൽ അബ്ദു ബിൽ അബ്ദ് വൽ ഉൻസാ ബിൽ ഉൻസാ. കൊല്ലാം. പക്ഷേ മരിച്ചുപോയവൻ മരിച്ചുപോയില്ലേ, തിരിച്ചു വരില്ലല്ലോ. ഒരു നിമിഷത്തെ വൈകാരികതയിൽ കൊന്നുപോയ കക്ഷിക്ക് മാപ്പും കൊടുക്കാം. അതാണ് ഖുർആൻ പറയുന്നത്. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ ഫതിബാഉൻ ബിൽ മഅറൂഫ് വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും വറഹ്മ. ഇനി നിങ്ങൾ ഈ കൊന്നവന് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഉത്തമം. അത് ഇളവാണ്, കരുണയാണ്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബി ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ ജീവിക്കാൻ എന്ത് പഴുതുണ്ട് എന്നാണ് അന്വേഷിക്കേണ്ടതെന്ന് ഖുർആൻ. ഈ സിദ്ധാന്തം ഹൂത്തികൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് തലാലിനെ കൊന്നിട്ടും നിമിഷപ്രിയ ഇന്നും നാളെ കേരളത്തിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നത്. സാധ്യമാകട്ടെ, പ്രത്യാശിക്കാം. ആ ആനുകൂല്യം പത്രങ്ങളിൽ വായിക്കുന്ന കക്ഷിയാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ ഖുർആൻ എന്ത് പ്രസക്തിയാണ്? ഈ ഖുർആന്റെ പ്രചരണത്തിന് വേണ്ടിയാണ് മദ്രസ, അതിനു വേണ്ടിയാണ് SKSSF, അതിനു വേണ്ടിയാണ് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾ മായം ചേരാതെ, പൂപ്പല് പിടിക്കാതെ, ശാന്തമായി സുന്ദരമായി ആളുകൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കുക. അതിന്റെ വാർഷികമാണ്, മഹാസമ്മേളനമാണ് 100ാം വാർഷികം. ഒരു കർണ് എന്ന് പറയും വിശ്വാസത്തിൽ, ഒരു നൂറ്റാണ്ട്. ഇത് പ്രസക്തമാണ്. ആ മഹാവിശ്വാസി സഞ്ചയത്തിൽ നമ്മുടെ നാട്ടിന്റെ പ്രാതിനിധ്യവും ഉണ്ടാവുക എന്നുള്ളത് ഒരു സംഘടനാപരമായ വിഷയമല്ല, അത് വിശ്വാസപരമായ വിഷയമാണ്. അതിന്റെ സംഘാടകർ നമ്മളൊക്കെ തന്നെയും, ഒരാളും അതിന്റെ അകത്തല്ല പ്രത്യേകിച്ച്, ഒരാളും പുറത്തുമല്ല പ്രത്യേകിച്ച്, നമ്മളൊക്കെയാണ് അതിന്റെ അകത്തും പുറത്തും. ഒരു വാഹനമെങ്കിലും, ഒരു ബസ്സെങ്കിലും വെപ്പനത്തിൽ നിന്നും പുറപ്പെടുക എന്നുള്ളതാണ് ശാഖാ കമ്മിറ്റിയുടെ താല്പര്യം. ഇവിടെ വളരെ പ്രിയങ്കരായി ഇതിന്റെ നമ്മുടെ സുഹൈർ ഫൈസിയും ഖാജാ ദാരിമിയും ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. അവരുടെ വിരിപ്പരിങ്ങട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ 2 വാക്ക് കൂടി കൂടുതൽ പറഞ്ഞത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.